ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 34ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ലാലേട്ടൻ ശരിക്കും ഫയറായ ദിവസമായിരുന്നു. എന്ത് നാണം കെട്ട ആക്ട്, നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് അനുമോളോട് എടുത്തു ചോദിച്ചു ലാലേട്ടൻ. അതും ലാലേട്ടൻ എന്ത് നാണം കെട്ട ആക്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അനുമോളുടെ ക്യാരക്ടർ തന്നെയാണ്. അനുമോൾ പലരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുറ്റപ്പെടുത്തലുകൾ, ആ സംസാരിക്കലുകൾ എല്ലാം അനുമോളുടെ ക്യാരക്ടറാണ്. ലാലേട്ടൻ പറയുകയും ചെയ്തു. ഏകദേശം 6 മണിക്കൂറുകളോളം എല്ലാ ഫുട്ടേജും ചെക്ക് ചെയ്തു. അങ്ങനെ അനുമോൾ കണ്ട കാര്യം വേറെ ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അതിനെ ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് അപ്പോഴും അനുമോൾ പറഞ്ഞു ഞാൻ കണ്ടു എന്ന്. നമ്മുടെ അഖിൽമാരാർ ഉണ്ടായിരുന്നു. അഖിൽമാരാറൊക്കെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരും അംഗീകരിക്കാത്തത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഖിൽമാരാറെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുമായിരുന്നു. കാര്യം പുള്ളിക്കാരൻ്റെ കയ്യിലൊരു ന്യായമുണ്ട്, പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിലൊരു ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ അനുമോൾ ചുമ്മാ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വല്ല PR പറഞ്ഞു വിട്ട വാക്കുകളായിരിക്കും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റായിട്ട് പറയുകയേ ചെയ്യരുത്, നമ്മൾ കണ്ടു എന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്ന്. അനുമോളുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫോട്ടോ കത്തിച്ചപ്പോൾ എന്തായിരുന്നു പ്രകടനം? ഇന്ന് ജിസൈലിൻ്റെ ചുണ്ട് ഇങ്ങനെ വൃത്തികേടാക്കിയപ്പം നിങ്ങളുടെ ആ ക്യാരക്ടർ എവിടെ പോയി എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് അനുമോൾ. ചുമ്മാ പ്രഹസനത്തിന് വേണ്ടി കളിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ക്യാരക്ടർ ഇല്ലാത്ത ക്യാരക്ടർ ഉണ്ട് എന്ന് കാണിക്കുന്ന അനുമോൾ. അതിനുശേഷം അക്ബറിൻ്റെ പൂണ്ടുവിളയാട്ടമായിരുന്നു. ആ ഒരു ആക്റ്റിൽ അക്ബർ മാത്രമാണ് വിട്ട് എന്നത് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ കൂടാതെ പ്രവീണിനെ തിരിച്ചാക്കുന്നുണ്ട് ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൂടാതെ ഓണത്തിന് പാട്ട് പാടിയത് അതും രസകരമായി പോയി. ഇനി അതിനുശേഷം നടന്നത് ബിഗ് ബോസിനെ അനുസരിക്കാത്ത കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എവിക്ഷൻ്റെ കാര്യത്തിലേക്ക് വരാം. രേണുസുതി പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, രേണുസുതി തന്നെ പിന്നെയായിട്ട് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ കൊണ്ടുപോയതാണ്. അത്യാവശ്യം വോട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഒരു ട്രോമ ഉണ്ടായിരുന്നു, അതിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് രേണുസുതി പറഞ്ഞു. അത് ന്യായമാണ്. അതിനുശേഷം നമ്മുടെ അപ്പാണി പോകേണ്ടിയിരുന്നത് ഒരു 1-2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അപ്പാണി പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 വഴികളുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതാണ് ഇപ്പോൾ ബിഗ് ബോസിൽ അപ്പാണിൻ്റെ അവസ്ഥ. എങ്ങനെ കളിക്കണമെന്നറിയത്തില്ല. ഇതൊക്കെ ഭയങ്കര എവിഡൻ്റ് ആണ്. മേ ബി അതുകൊണ്ടായിരിക്കും നമ്മുടെ അപ്പാണി പോയത്. അല്ലാതെ മസ്താനീനെ തെറി വിളിച്ചതുകൊണ്ടോ ആ തെറി ആരെ വിളിച്ചതുകൊണ്ടോ അല്ല. പുള്ളിക്കാരന് ഇപ്പോൾ ഒരു ഗെയിം പ്ലാൻ ഇല്ല. അക്ബറിൻ്റെ കരച്ചിലും കൂടെ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ സങ്കടമായി. കുറച്ച് ദിവസമായിട്ട് ഈ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. ഞാനും കുറച്ച് ഇമോഷണലായി. സോ നമുക്ക് നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.